ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ തീരപ്രദേശത്തും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിക്കും. വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് ഓരോ കിലോമീറ്റർ വരുന്ന തീരപ്രദേശത്ത് 25 സന്നദ്ധ പ്രവർത്തകർ വീതം ഉൾപ്പെടുന്ന ആക്ഷൻ ഗ്രൂപ്പുകളെ സജ്ജമാക്കിയാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ശുചീകരണ യജ്ഞം നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 2023 നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് ഫിഷറീസ് വകുപ്പ് കടന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ 11 മണി വരെയാണ് ശുചീകരണ പ്രവർത്തനം നടത്തുക. ഓരോ ആക്ഷൻ സെൻറ്ററിലും കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ അത് തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനി, ശുചിത്വ മിഷൻ എന്നിവയെ നമ്മളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുഖേന ഷ്രെഡിംഗ് യൂണിറ്റുകളിലേക്കും മറ്റ് റീസൈക്കിൾ യൂണിറ്റുകളിലേക്കും മാറ്റുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് അവ സംസ്കരിച്ച് വീണ്ടും ഉപയോഗിക്കുന്നതോടുകൂടി ഹാർബറുകളും തീരപ്രദേശങ്ങളും മാലിന്യമുക്തമാക്കാൻ സാധിക്കും. തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളുടെ സഹകരണത്തോടെ വിപുലമായ സംഘാടന സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കുന്നത് വഴി മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ഫിഷറീസ് വകുപ്പ് ലക്ഷ്യമിടുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.